ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ സമയം ക്രിസ്ത്യാനികളുടെ ആത്മീയ യാത്രയിലെ ഒരു വിശുദ്ധ സമയമാണ്. ഇത് പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആത്മപരിശോധനയുടെയും കാലമാണ്. ഈ കാലഘട്ടത്തിൽ നാം യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ക്രൂശുവേദനയും ഓർക്കുകയും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. നൊയമ്പ് നമ്മെ പഠിപ്പിക്കുന്നത് വെറും ഉപവാസം പാലിക്കുന്നത് മാത്രമല്ല, പിന്നെയോ നമ്മുടെ ഹൃദയം മാറ്റി ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതാണ്. ഈ ചിന്തയ്ക്ക് അടിസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 42-ാം വാക്യമാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഗത്സമനയിലെ തോട്ടത്തിൽ യേശു ഏകാന്തമായി പ്രാർത്ഥിക്കുന്നു. മുന്നിൽ ക്രൂശ്, അപമാനം, വേദന, ഒറ്റപ്പെടൽ എല്ലാം അവൻ വ്യക്തമായി കാണുന്നു. വരാനിരിക്കുന്ന ആ അനുഭവം വ്യക്തമായി കാണുന്നു. അവൻ തൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഭാരം തുറന്നു പറയുന്നു. ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കണമേ. എന്നാൽ അത് അവസാനിക്കുന്നില്ല. യേശുക്രിസ്തു പറയുന്നു, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഇത് ശരിക്കും ഭയത്തിൻ്റെ പ്രാർത്ഥനയല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ സമർപ്പണമാണ്. ഈ വചനത്തിൽ കാണുന്ന 3 ഭാഗമാണ് സത്യസന്ധമായ പ്രാർത്ഥന, രണ്ടാമത്തത് സമ്പൂർണ്ണ അനുസരണം, മൂന്നാമത്തത് കഷ്ടതയിലെ വിജയം. ഇവിടെ കർത്താവ് ബലഹീനത മറയ്ക്കാതെ തൻ്റെ വേദന തുറന്നു പറഞ്ഞ് സത്യസന്ധമായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് സമ്പൂർണ്ണ അനുസരണം. ഒരിക്കൽ പറഞ്ഞാൽ മതിയെന്നല്ല, ആ തീരുമാനം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയാണ്. അത് നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിന് സകലതും വിട്ടുകൊടുക്കുന്നു. കർത്താവ് ദൈവഹിതത്തിന് സകലതും ഏൽപ്പിച്ച് മരണത്തോളം അനുസരണമുള്ളവനായി. ഈ യേശുവിൻ്റെ കീഴടങ്ങൾ പരാജയമല്ല, അത് രക്ഷയുടെ വഴിയാണ്. ഈ വചനവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മുമ്പിൽ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നാം കടന്നു പോകുന്ന വഴിയിലുണ്ട്. എന്നാൽ ഈ ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമ്മെ തന്നെ ശോധന ചെയ്ത് കർത്താവിൽ നമ്മെ ഒന്ന് ശോധന ചെയ്യും. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവത്തെ നമ്മൾ പഴി പറയുന്നവരാണോ? ഒരു കഷ്ടതകൾ വരുമ്പോൾ ദൈവം എനിക്കിതെന്തിനു തന്നു എന്ന് ദൈവത്തെ പഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണോ? അതോ നാം പ്രാർത്ഥനയിൽ സത്യസന്ധരാണോ? ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾക്ക് ദൈവത്തോട് തുറന്നു പറയാം. നമ്മുടെ പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നതാണ്. നമുക്ക് ദൈവത്തെ അനുസരിച്ച് ത്യാഗങ്ങൾ ചെയ്യാം. നമ്മൾ എന്ത് ത്യാഗം ചെയ്താലും കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം. യേശുക്രിസ്തു ഇവിടെ നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃക സ്വന്തം ഇഷ്ടം വിട്ടുകൊടുക്കുന്നതാണ്. അത് ദൗർബല്യമല്ല, അത് ആത്മീയ ശക്തിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുന്നവൻ യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്നു. പിന്നെ യേശുക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്ന വേറൊരു മാതൃകയാണ് പ്രാർത്ഥനയിലെ സ്ഥിരത. യേശു ഒരിക്കൽ മാത്രം പ്രാർത്ഥിച്ചില്ല, ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. പ്രയാസ സമയങ്ങളിൽ നാമും പ്രാർത്ഥനയിൽ സ്ഥിരത പുലർത്തുന്നവരായിരിക്കും. ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നത് സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുൻഗണന നൽകാനാണ്. അതുപോലെ നമുക്കും ഈ നോയമ്പുകാലത്ത് പുതിയ തീരുമാനമെടുക്കാം. സ്വന്തം ഇഷ്ടം വിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. അവിടെയാണ് ആത്മീയ വിജയം സാധ്യമാകുന്നത്. ദൈവത്തെ ചോദ്യം ചെയ്യാതെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ദൈവം അറിയുന്നു. ബലഹീനതയുണ്ട്, ഭയമുണ്ട്, എങ്കിലും കർത്താവെ, എൻ്റെ ഇഷ്ടമില്ല നിൻ്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാം. അതിന് ഈ നോയമ്പകാലത്ത് ദൈവം നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാം ഇടയാക്കട്ടെ. ആമേൻ.